ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രീമി ജ്യൂസി കാജു അൽഫാമാണ്. അതായത് കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പർ അൽഫാമാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ സ്വന്തം റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു ഫുൾ ചിക്കനാണ്. ആ ഫുൾ ചിക്കൻ നമ്മൾ കടയിൽ തന്നെ പറഞ്ഞിട്ട് അൽഫാമിൻ്റെ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. ഇപ്പം നമ്മൾ ചിലപ്പോൾ എല്ലാവരും ഫുൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെന്ന് വരത്തില്ല. ഇപ്പം ഞങ്ങൾ തന്നെ ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ആ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടിയുള്ള ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഞങ്ങൾ ഫുള്ള് ഉണ്ടാക്കും, പക്ഷേ ഇപ്പോൾ ചേർക്കുമ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ മസാലയിലായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി, പെരിഞ്ചീരകം, പിന്നെ കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മസാല നമ്മുടെ സാധാരണ ഗരം മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് ഈ ചിക്കനിൽ ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഞങ്ങൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറോളം ഞങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കവർ ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഞങ്ങളിത് ബാക്കി പ്രൊസീജിയറിലേക്കൊക്കെ പോയത്. അപ്പോൾ ഇപ്പം നന്നായിട്ട് ചേച്ചി മിക്സ് ചെയ്ത് കൊടുത്ത് കേടും കൂടി ഇടുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. അത് ടെസ്റ്റാണ്. കേടും കൂടി ഇട്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നന്നായിട്ട് കേടും കൂടി ചേർക്കുക. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടി, അതാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി. നമ്മൾ ഈ സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം മസാല പോലെ നമ്മൾ ഈ സോസ് ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഏതാണോ അതെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരു മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. 2 നാരങ്ങാനീരും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ഒരു സോസ് റെഡിയാവും. ഈ സോസ് റെഡിയായി പിന്നെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മളിനി ചെയ്യേണ്ടത് ഇതിൻ്റെ ആ ഒരു ക്രീമി ജ്യൂസ് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അതിന് വേണ്ടി നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ട, ചീസ്, പിന്നെ കശുവണ്ടി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഇതിനൊപ്പം തന്നെ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് നന്നായിട്ട് അടിച്ചെടുക്കണം. സോ ഇപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇതിനകത്തൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്, വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ചിലവർക്ക് ഇപ്പോൾ മുട്ട ബുദ്ധിമുട്ടാണെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയുടെ പകരമായിട്ട് നിങ്ങൾക്ക് അതില്ലാണ്ട് തന്നെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ നല്ല അടിച്ചെടുത്തു. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സംഭവം കൂടി ചേർക്കണം. അതായത് ലാസ്റ്റ് നമ്മൾ ചേർക്കണം ഒരു 2 വെളുത്തുള്ളി നമുക്ക് ആ ഒരു കിക്ക് കിട്ടണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കണം. അപ്പം നമ്മുടെ മസാലയൊക്കെ പിടിച്ച ചിക്കൻ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോസില്ലേ, ആ സോസും കൂടി നന്നായിട്ട് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് 2 പുറവും നമ്മൾ ഇത് വേവുന്ന അത്രയും ഭാഗം മറിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. സോ അത് നന്നായിട്ട് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ചിക്കൻ ഒക്കെ നമ്മൾ റെഡിയാക്കി ഉണ്ടാവും. അത് നമ്മൾ വേറൊരു പാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലെഗ് പീസ് 2 മാത്രമേ നമ്മൾ ഇതിൽ വറുത്ത് കാണിക്കുന്നത്. ബാക്കി ഭാഗം നമ്മൾ ഇതിൻ്റെ ഒപ്പം ഫ്രൈ ചെയ്തെടുത്തു വേറെ പാത്രത്തിൽ. ഇനി ഈ ചീനച്ചട്ടി നമ്മൾ ഇത് ചീനച്ചട്ടി അല്ല, ഇതൊരു ബൗൾ. ഈ ബൗൾ നമ്മൾ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സ് ചെയ്യാനാണ്. നമ്മുടെ മസാലയിൽ ഈ ചിക്കൻ മിക്സ് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, നിങ്ങളുടെ പ്രിഫറൻസ് പോലെ, കുറച്ച് ജീരകം, അതിന് ശേഷം നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇടുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇടുന്നുണ്ട്. നമ്മൾ പറഞ്ഞ എല്ലാ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എല്ലാ ചിക്കനും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത്. ഞാനിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലുമാണ്. എന്താ പറയുക, ബെസ്റ്റാണ്. ഒരു പൊറോട്ടയുടെ കഴിഞ്ഞാൽ ബെസ്റ്റാണ് എന്തായാലും. ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ ഈ ഒരു അൽഫാമിൻ്റെ രീതിയിലും കഴിക്കാം, നല്ല രുചിയാണ്. പക്ഷേ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ക്രീമി അൽഫാം ആയതുകൊണ്ട് നമ്മൾ ക്രീമി അൽഫാം ആയതിനു ശേഷമാണ് ഇത് ഫുള്ളായിട്ട് ടേസ്റ്റ് ചെയ്തത്. പക്ഷെ ഇതും ഞാൻ കഴിച്ച് നോക്കി, നല്ലതായിരുന്നു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകാം. നമ്മുടെ എല്ലാം ഇതിനകത്തേക്കിട്ട് എല്ലാ ചിക്കനും ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്.
നല്ല കളറാണ് കേട്ടോ, നല്ല ആ ഒരു ഫ്രഷ് കളറൊക്കെയാണ്. നമ്മൾ ഒരു കളർ പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, നമ്മൾ ഈ ഒരു കളർ മാത്രം തന്നെ ചേർക്കുന്നു. ചേച്ചി പറയുകയാണ് ഇത് നന്നായിട്ട് എന്താ പറയുക, മസാലയൊക്കെ നന്നായിട്ട് ഇതിന് ചേർക്കണം. പിന്നെ അവസാനം നമ്മൾ ആ അടിച്ചു വെച്ചിട്ടുള്ള ആ ക്രീമില്ലേ, ആ മുട്ടയുടെയൊക്കെ ആ ക്രീമും കൂടി അത് ടേസ്റ്റ് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചേച്ചി എന്നോട് പറയായിരുന്നു, ഞാൻ വെറുതെ തിന്നപ്പോൾ വെറുതെ തിന്നരുത്, ഇതിൻ്റെ ഒപ്പം തിന്നുമ്പോഴേക്കുമാണ് ടേസ്റ്റ്, നല്ല രുചിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ പക്ഷെ മറ്റതും കാണുമ്പോൾ തിന്നാൻ തോന്നിയോണ്ട് ഞാൻ കുറച്ചെടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എന്തായാലും എല്ലാവരും ഇത് ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം. ഞങ്ങളപ്പോൾ ഒരു പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് പൊറോട്ടയൊക്കെ ഇട്ടിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു. സോ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.